ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്. ബഹുമാനപ്പെട്ട സ്വഹാബി വര്യൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, നിങ്ങളിൽ നിന്നും ആരെങ്കിലും പാദരക്ഷ ധരിക്കുകയാണെങ്കിൽ ആദ്യം വലതുകാലിൽ ധരിച്ച് ആരംഭിക്കട്ടെ. പാദരക്ഷ അഴിക്കുന്ന സമയത്ത് ആദ്യം ഇടതുകാൽ കൊണ്ട് തുടങ്ങട്ടെ. ധരിക്കുമ്പോൾ വലതുകാലും അഴിക്കുമ്പോൾ ഇടതുകാലും. എന്തിനു വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമാക്കുന്നു, ആദ്യം ധരിക്കുന്നത് വലതുകാൽ ആകാൻ വേണ്ടിയും അവസാനം അഴിക്കുന്നത് വലതുകാൽ ആകാൻ വേണ്ടിയുമാണ്. നമുക്കറിയാം, ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും വലത്തതിനെ മുന്തിക്കുക, വലതു ഭാഗത്തെ മുന്തിക്കുക, വലതു കൈ, വലതു കാൽ, ഇങ്ങനെ തുടങ്ങിയ വലതിനെ മുന്തിക്കുക എന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. അതിന്റെ ഭാഗമായി ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം വലതുകാലിൽ ധരിക്കുക. ചെരുപ്പ് അഴിക്കുന്ന സമയത്ത് ഇടതുകാൽ ആണ് അഴിക്കേണ്ടത്. അപ്പോൾ അവിടെ വലതുകാലിനെ മുന്തിച്ചോ എന്ന് ചോദിച്ചാൽ അവസാനം അഴിക്കുന്നത് വലതുകാൽ ആകുക എന്നതാണ് ലക്ഷ്യം. അപ്പോൾ അഴിക്കുമ്പോഴും വലതുകാൽ മുന്തിച്ചു എന്ന പരിഗണന ഉണ്ടാകും. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് വലിയ കുറ്റം ഒന്നുമല്ല. ഇടതുകാൽ ധരിക്കുക അതല്ലെങ്കിൽ ആദ്യം വലതുകാൽ അഴിക്കുക എന്നത് കുറ്റമൊന്നുമല്ല. പക്ഷേ ഒരു സുന്നത്തായ കാര്യമാണ്, നമ്മൾ ചിട്ടയാക്കേണ്ട, ശീലിക്കേണ്ട കാര്യമാണ്. നമ്മളൊരു ജീവിതചര്യയുമായി ബന്ധപ്പെട്ട്, ഇസ്ലാമിക ജീവിത ചിട്ടയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. നാം ജീവിതത്തിൽ ധാരാളം പ്രാവശ്യം ചെരുപ്പ് ധരിക്കുന്നവരാണ്. അത് നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് വലിയ ഗുണമുള്ള കാര്യം കൂടിയാണ്. നമ്മുടെ പാദരക്ഷ എന്നാണ് പറയുന്നത്. കാലുകൾക്ക് സംരക്ഷണം നൽകുന്നതാണ്. ദിവസവും പല പ്രാവശ്യം ചെരുപ്പ് ധരിക്കുകയും അഴിക്കുകയും ചെയ്യുന്നവരാണ്. ബിസ്മി ചൊല്ലി ധരിക്കുക, വലതുകാൽ ആദ്യം ധരിക്കുക, അഴിക്കുമ്പോൾ ആദ്യം ഇടതുകാൽ അഴിക്കുക. ഇത് ചെരുപ്പ് മാത്രമല്ല, സോക്സ് ധരിക്കുമ്പോഴും പാന്റ് ധരിക്കുമ്പോഴും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിലൂടെ വലിയ പ്രതിഫലം നമുക്ക് കിട്ടും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. കാര്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.